പല പാരൻസും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഹോം സ്കൂളിംഗ് നല്ലതാണോ എന്നത്. ഹോം സ്കൂളിംഗ് എന്ന് പറയുമ്പോൾ സ്കൂളിൽ പോകാതെ വീട്ടിലിരുത്തി കുട്ടിയെ പഠിപ്പിക്കുന്ന രീതിയാണ് ഹോം സ്കൂളിംഗ് എന്ന് പറയുന്നത്. അവിടെ ചിലപ്പോൾ പാരൻസ് അല്ലെങ്കിൽ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചറിൻ്റെ ഒരു സഹായത്തോടു കൂടി കുട്ടിയെ വീട്ടിൽ അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് പഠിപ്പിക്കുന്ന രീതിയാണിത്. ഇതിൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങളും പറയാം, അതോടൊപ്പം തന്നെ അതിൻ്റെ കുറച്ച് ഡ്രോബാക്സും പറയാനായിട്ട് പറ്റും. പ്രത്യേകിച്ചും ന്യൂറോ ഡൈവേർജൻ്റ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചാലഞ്ചസ് ഒക്കെയുള്ള കുട്ടികളാണെങ്കിൽ ഹോം സ്കൂളിംഗ് എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ആ ഒരു കൺവീനിയൻസിൽ അവർക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു 1-to-1 അറ്റൻഷൻ കിട്ടി അവരുടെ പഠിത്തം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഹോം സ്കൂളിംഗ് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ എന്താ പറയുക, ഈ സ്കൂളിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ള ബുള്ളിങ് അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തലുകൾ, കളിയാക്കലുകൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധിവരെ ഹോം സ്കൂളിംഗ് സഹായകരമാവും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഒരുപാട് എക്സ്പോഷറുകൾ കിട്ടാറുണ്ട് അല്ലേ. ഇപ്പോൾ അവർ എന്താ പറയുക, ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും, അവർക്കൊരു സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളൊക്കെ ഒരുപാട് കൂടുതലായിരിക്കും, അവർക്കൊരു ടീം വർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ അവർ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടി കുറേ കാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ 2 ഫ്രണ്ട്സ് തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ്, അത് അവർ മാനേജ് ചെയ്യാതെ ആ രീതിയിലുള്ള കുറേ എക്സ്പോഷേഴ്സ് നമുക്ക് സ്കൂളിൽ പോകുന്നത് വഴി കിട്ടും. ടൈം മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള സ്കില്ലുകളൊക്കെ ഇത് വീട്ടിലാവുമ്പോൾ അല്ലെങ്കിൽ ഹോം സ്കൂളിലേക്ക് വരുമ്പോൾ അവർ അവരുടെ കൺവീനിയൻസിലാണ് ഇരുന്ന് പഠിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന സാമൂഹികമായിട്ടുള്ള ഇടപഴകാനുള്ള ഓപ്പർച്യൂണിറ്റീസും പിന്നെ അതുപോലെ കായിക മത്സരങ്ങൾ, മറ്റു കോമ്പറ്റീഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ അതേപോലെ തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വീട്ടിലിരുത്തി പഠിപ്പിക്കുമ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിൽ ഒരു 1-to-1 അറ്റൻഷൻ കിട്ടാനായിട്ടും അവർക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പാരൻസിനോ അല്ലെങ്കിൽ ട്രെയിൻഡ് ടീച്ചേഴ്സിനോ സാധിക്കും. പക്ഷേ മറ്റു പല സ്കില്ലുകളുണ്ടല്ലോ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെയുള്ള, അങ്ങനെയുള്ളൊരു അന്തരീക്ഷം ഹോം സ്കൂളിങ്ങിൽ തീർച്ചയായും കുട്ടിക്ക് കിട്ടില്ല. അപ്പം അത് നമ്മളൊരു ഹോം സ്കൂളിംഗ് വേണോ അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ സ്കൂളിംഗ് വേണോ എന്നുള്ളത് നമ്മൾ കുട്ടിയുടെയും പാരൻസിൻ്റെയും ഒക്കെ ഒരു സാഹചര്യവും അവരുടെ അഫോർഡബിലിറ്റിയും ഒക്കെ നോക്കിയിട്ട് വേണം ഡിസൈഡ് ചെയ്യാനായിട്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ പാരൻസിന് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള അറിവും വിദ്യാഭ്യാസവും ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ ഒരു ടീച്ചറെ വച്ച് ആ കുട്ടിക്ക് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു അഫോർഡബിലിറ്റി പാരൻസിനുണ്ടാകും. ഒരു ലേണിംഗ് എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാരൻസിന് സാധിക്കുകയാണെങ്കിൽ ഹോം സ്കൂളിങ്ങും നല്ലതാണ്.